ഞാനൊരു സമയത്ത് ഇങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്ന ഇതായിരുന്നു. നമുക്ക് ബേസ് അറിയാത്തതുകൊണ്ട് അതിൽ നിന്ന് പഠിക്കാം, അങ്ങനെ പോയി പഠിക്കാം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ മിക്കവാറും ഈ BA മൾട്ടിമീഡിയ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെയും അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിലും അങ്ങനത്തെ പർപ്പസുകളൊക്കെ ഉണ്ടാവും. പക്ഷേ വല്ലാണ്ട് ഇപ്പോൾ സൗണ്ടിനോ അല്ലെങ്കിൽ ഒരു തിയേറ്ററോ അത്രയ്ക്കൊന്നും ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് അത്രയ്ക്കും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സിന് മാത്രമായിട്ട്. അപ്പോൾ അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഇവിടെ ഒരു അലിഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യമാണ് അലിഫിൽ ഞാൻ കൂടുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ചെയ്ത സമയത്ത് ബിജു സാർ എന്ന് പറഞ്ഞിട്ട് ആണ് ഞങ്ങളെ പ്രിൻസിപ്പാളായിരുന്നു. ഇത് നടക്കുന്ന സമയത്ത് ആൾ തന്നെയാണ് പ്രിൻസിപ്പാൾ. അപ്പോൾ പുള്ളിയുടെ മുന്നിൽ നമ്മളെ പിള്ളേർ ഈ മൈനാക് സാറും പ്രസൂൺ സാറും അടക്കമുള്ള ആൾക്കാർ പുള്ളിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് നമുക്ക് ഇത്രയും പരിപാടികൾ ചെയ്യാൻ പറ്റും. ഒരു ഫിലിം ഫെസ്റ്റിവൽ തന്നെ നമുക്ക് കണ്ടിട്ട് ഫിലിം അലിഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ കൂടെ വർക്ക് ചെയ്തെങ്കിലും അസ്മാബിയുടെ ഫിലിം പ്രൊഡക്ഷൻ്റെ അല്ല അസ്മാബിയുടെ തന്നെ ഒരു എന്താ വാട്ടർ മാർക്ക് എന്നൊക്കെ പറയില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ട്രേഡ് മാർക്ക് അലിഫ് ഒരു